സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ സൂര്യൻ തന്നെയാണ്, കേന്ദ്ര ഏജൻസികൾക്ക് അടുക്കാൻ കഴിയില്ലെന്ന്. ഈ സൂര്യനെ, ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടാതെ വാൾത്തലയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുള്ള ഈ സൂര്യനുണ്ടല്ലോ, ഈ സൂര്യൻ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും, കേരളത്തിലെ പ്രകൃതിക്കും, കേരളത്തിലെ പരിസ്ഥിതിക്കും, കേരളത്തിലെ പെൺകുട്ടികൾക്കും സൂര്യനായിട്ട് വർത്തിക്കേണ്ട ആളാണ്. പക്ഷേ സൂര്യനായി വർത്തിക്കാതെ പല വിഭാഗങ്ങളെയും കരിച്ചു കളഞ്ഞുകൊണ്ട്, ഉണക്കിക്കളഞ്ഞുകൊണ്ട്, കേരളത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സൂര്യൻ, ആ സൂര്യനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യും. സൂര്യൻ്റെ വീട്ടുപടിക്കകത്തേക്കും കേന്ദ്ര ഏജൻസി കടന്നു വരും. ചോദിച്ചതല്ലേ ഗോവിന്ദൻ മാഷ്, എവിടെ നിങ്ങളുടെ ഇ ഡി, എവിടെ നിങ്ങളുടെ കള്ളക്കടത്ത് കേസ്, എവിടെയാണ് കരുവന്നൂർ കേസ്, എവിടെയാണ് സഹകരണ സംഘ കേസ്? ഇതല്ലേ ചോദിച്ചത്? കണ്ടില്ലേ ഇപ്പോൾ കേരളത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ കയറ്റാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനെ ജനങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇ ഡിക്ക് സാധിച്ചു കേരളത്തിൽ. അതിന് ഒരുപാട് പരിശ്രമങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ്, അത് ഏതെങ്കിലും പ്രത്യേക ഒരു പാർട്ടിയുടെ ആളുകളല്ല. അപ്പോൾ ഇ ഡിക്ക് അവരുടെ റോൾ അവർ ഏറ്റെടുക്കുന്നു, അവർ ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നു, അവർ മുന്നോട്ട് പോവുക തന്നെ വേണം. പക്ഷേ ഇതേത് സൂര്യനാണ് ഗോവിന്ദ മാഷേ? ഇത് സൂര്യനല്ല, ഇത് അങ്ങയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും ഉരിയാടിച്ചിട്ടില്ല കേരളത്തിൻ്റെ മണ്ണിൽ. എന്നാൽ താങ്കൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കസേരയിലിരിക്കുമ്പോൾ താങ്കളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളായിട്ടാണ് നിങ്ങളുടെ ഈ സൂര്യൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ തലയൊന്ന് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ നന്നായിരിക്കും എന്നാണ് താങ്കളോട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു സൂര്യനുമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറിയച്ചേടത്തിക്ക് ചട്ടിയെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പുറത്തിറങ്ങി വരേണ്ടി വന്നത്. സൂര്യനാണെങ്കിൽ ആ സൂര്യൻ ചെയ്യേണ്ടത് സ്വന്തം മകൾക്കോ മകനോ, പ്രകാശ് ബാബു മകൻ്റെ ബന്ധുവിനോ സഹായ സഹകരണങ്ങൾ ചെയ്യുകയല്ല സൂര്യൻ്റെ പണി. സൂര്യൻ എന്ന് പറയുന്നത് വിശ്വത്തിൻ്റെ മുഴുവൻ അറിവായിട്ട് മാറേണ്ട ആളാണ്. സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയുമില്ലാതെ, ഒരു വ്യതിരിക്തതയുമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രകാശിക്കുകയാണ്. ഇത് ചിലർക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സൂര്യൻ എന്ന് വിളിക്കാൻ ഗോവിന്ദ മാഷക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.